ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഫെബ്രുവരി 12. വയനാട്ടിലെ കാട്ടാന ആക്രമണം. നമ്മൾ നേരിടുന്ന വന്യമൃഗ ഭീഷണി ആപൽക്കരമായി മാറുകയാണ്. ജനവാസ മേഖലകളിൽ വന്യമൃഗ ആക്രമണങ്ങൾ കൂടി വരുന്നു, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ മലയോര ജില്ലകളിൽ. ഇത്തരത്തിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് വയനാട്ടിൽ കർഷകനായ പനച്ചിയിൽ അജീഷിനെ വീട്ടുമുറ്റത്ത് കാട്ടാന ആക്രമിച്ചു കൊന്നത്. ദാരുണവും ദുഃഖകരവുമായ സംഭവം നാടിനെ ആകെ ഞെട്ടിച്ചു. സ്വാഭാവികമായും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം പ്രതിഷേധം വയനാട്ടിലുണ്ടായിട്ടുണ്ട്. അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്നാൽ ഇതിനെയും രാഷ്ട്രീയവൽക്കരിച്ച് മുതലെടുപ്പ് നടത്താനുള്ള ശ്രമം ചില കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് അപലപനീയവുമാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന കുടുംബത്തിന് താങ്ങും തണലുമായി നിൽക്കുകയും വേണം. അജീഷിന്റെ കുടുംബത്തിന് അടിയന്തര സഹായമായി 10 ലക്ഷം രൂപ സർക്കാർ നൽകും. ഭാര്യയ്ക്ക് ജോലി നൽകുമെന്നും കടങ്ങൾ എഴുതിത്തള്ളുമെന്നും മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ദുരന്തം സംഭവിച്ചാൽ അടിയന്തരമായി ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം സർക്കാർ ചെയ്തു. മറ്റു കാര്യങ്ങൾ തുടർന്നുണ്ടാകും. 2 ആഴ്ച മുമ്പ് തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടിച്ചതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ സംഭവം. സർക്കാരിന്റെയോ വനം വകുപ്പിന്റെയോ ഏതെങ്കിലും തരത്തിലുള്ള അനാസ്ഥ കൊണ്ടല്ല ഈ സംഭവം ഉണ്ടായതെന്ന് കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമ്പോൾ വ്യക്തമാകും. ജനുവരി 5-ന് റേഡിയോ കോളറുള്ള ഒരു മോഴ ആന മുത്തങ്ങ റേഞ്ചിന്റെ പരിധിയിൽ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അന്നു മുതൽ തന്നെ കർണാടകവുമായി ബന്ധപ്പെട്ട് ആനയെ കണ്ടെത്താൻ വനംവകുപ്പ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ റേഡിയോ കോളറിന്റെ യൂസർ നെയിമും പാസ്വേഡും കിട്ടിയത് ജനുവരി 9-നാണ്. പിന്നീട് ആന കർണാടകയിലെ ബന്ദിപ്പൂരിലേക്ക് പോയതായി കണ്ടെത്തി. വീണ്ടും ഫെബ്രുവരി 2-ന് പുൽപ്പള്ളി സ്റ്റേഷന്റെ പരിധിയിൽ ആനയുള്ളതായി വിവരം കിട്ടി. ഇതേ തുടർന്ന് വീണ്ടും തിരച്ചിൽ നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താനായില്ല. റേഡിയോ കോളർ വിവരം കൈമാറുന്നതിൽ കർണാടകത്തിന്റെ വിമുഖതയും ഒരു പ്രശ്നമാണ്. വൈകി പാസ്വേഡും മറ്റും നൽകിയെങ്കിലും ആനയെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള ഭൂതല ട്രാക്കിംഗ് സിഗ്നലിന്റെ ഫ്രീക്വൻസിയും മറ്റു വിവരങ്ങളും കൈമാറിയില്ല. ഇത് കേരളം ആവശ്യപ്പെട്ടിരുന്നു. ആനയെ യഥാസമയം കണ്ടെത്താൻ കഴിയാതെ പോയതിന്റെ ഒരു കാരണം ഇതാണ്. ജനവാസ മേഖലകളിൽ പ്രശ്നമുണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്തതാണ് വന്യമൃഗങ്ങളുടെ ഭീഷണി നേരിടുന്നതിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. സമീപകാലത്ത് കേരളത്തിലുണ്ടായ വന്യജീവി ആക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര വനം മന്ത്രിക്ക് നിവേദനം നൽകിയെങ്കിലും ആവശ്യം അംഗീകരിച്ചില്ലെന്ന് സംസ്ഥാന വനം മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ മയക്കുവെടി വയ്ക്കാൻ പോലും നിലവിൽ കടമ്പകളേറെയാണ്. ആന മാത്രമല്ല, കാട്ടുപന്നിയും കടുവയും കാട്ടുപോത്തും കരടിയും പുലിയും എല്ലാം കാടിറങ്ങി നാട്ടിൽ പരിഭ്രാന്തി പരത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരം മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ അനുമതി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. ഇന്ത്യയിലാകെ വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരികയാണ്. കേരളത്തിലേതിനേക്കാൾ രൂക്ഷമാണ് മറ്റു പല സംസ്ഥാനങ്ങളിലെയും സാഹചര്യം. അപ്പോൾ ഈ ആവശ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വന്യജീവി ആക്രമണത്തിൽ ആൾനാശം മാത്രമല്ല, വീടുകളും കൃഷിയുമെല്ലാം വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നുണ്ട്. വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. വന്യമൃഗങ്ങളുടെ കാടിറക്കം എന്തുകൊണ്ടെന്ന ഗൗരവമായ പഠനവും ആവശ്യമാണെന്ന് ഇതോടൊപ്പം ചൂണ്ടിക്കാട്ടട്ടെ. ജൈവികമായ ആവാസ വ്യവസ്ഥയിൽ വന്ന മാറ്റം മുതൽ മൃഗങ്ങളുടെ എണ്ണപ്പെരുപ്പവും കാട്ടിലെ തീറ്റ കുറയുന്നതുമെല്ലാം കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ ആധികാരികമായി പഠിച്ച് വിശദമായി പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട്. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ കഴിഞ്ഞ ജനുവരിയിൽ വനം വകുപ്പ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയണം. മനുഷ്യജീവിതവും ജീവനും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ സാധ്യമായ എല്ലാ മാർഗവും സർക്കാർ സദാ തേടുന്നുണ്ട്. ഇക്കാര്യത്തിൽ അയൽ സംസ്ഥാനങ്ങളുടെ സഹകരണവും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലും അനിവാര്യമാണ്.